നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ൽ നേതൃമാറ്റം ഉണ്ടാകുമോ? നേതൃമാറ്റം എന്ന് ഉദ്ദേശിച്ചത് പിണറായി വിജയൻ്റെ കാര്യത്തിലല്ല. അടുത്ത തവണ ഭരണം കിട്ടിയില്ലെങ്കിൽ പിണറായി വിജയൻ മാറേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. നിയമസഭാ കക്ഷി നേതാവായി KN ബാലഗോപാലിനെ പോലൊരു നേതാവ് വന്നേക്കാം. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് MV ഗോവിന്ദൻ മാറണമെന്ന ആവശ്യം അതിശക്തമായിട്ട് ഉയരുകയും അത് സംഭവിക്കുകയും ചെയ്യും. എപ്പോൾ? അടുത്ത തവണ മൂന്നാം തവണയും പിണറായിക്ക് ഭരണം ലഭിച്ചില്ല എങ്കിൽ. കണ്ണൂർ ലോബിയുടെ നേതാക്കളാണ് കഴിഞ്ഞ 35 വർഷമായി പാർട്ടിയെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധത്തിൽ നയിക്കുന്നത്. 1992-ൽ VS അച്യുതാനന്ദൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം പിന്നീട് നയനാർ വന്നു, ചടയൻ ഗോവിന്ദൻ വന്നു, പിണറായി വിജയൻ വന്നു, കോടിയേരി ബാലകൃഷ്ണൻ വന്നു, MV ഗോവിന്ദൻ വന്നു. ഇവരെല്ലാം കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കണ്ണൂർ ലോബിയുടെ നേതാക്കൾ. എന്നാൽ കണ്ണൂർ ലോബി പാർട്ടിയെ ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇനി അവിടെ നിന്നുള്ള നേതാവ് പാർട്ടിയെ നയിച്ചാൽ പാർട്ടി കേരളത്തിൽ ഇല്ലാതായി പോകുമെന്നുമാണ് തെക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് ഇനി സംസ്ഥാന സെക്രട്ടറിയായി തെക്ക് നിന്നുള്ള ഒരാൾ വേണമെന്നുള്ള ഒരു നിലപാടിലാണത്രേ അവർ. തെക്ക് നിന്ന് പ്രഗത്ഭരായ നേതാക്കളുണ്ടെങ്കിലും അവരെയെല്ലാം പിണറായി വെട്ടിയൊതുക്കി മൂലക്കെട്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് കണ്ണൂർ ലോബിയുടെ കയ്യിൽ പാർട്ടിയുടെ എല്ലാ നിയന്ത്രണവും ഒതുങ്ങിയെന്നും ഇനി അങ്ങനെ മുന്നോട്ട് പോയാൽ പാർട്ടിക്ക് കേരളത്തിൽ നിലനിൽപ്പുണ്ടാകില്ലെന്നുമാണ് തെക്കൻ പ്രദേശങ്ങളിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നുമുള്ള നേതാക്കൾ വാദിക്കുന്നത്. പിണറായി വിജയൻ്റെ ഭരണം മൂന്നാം തവണയും വന്നില്ലെങ്കിൽ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടാൽ പിന്നെ സമ്പൂർണ്ണമായൊരു നേതൃമാറ്റം CPM-ൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പിണറായി വിജയൻ ഈ പരിപാടി നിർത്തി തിരിച്ചു പോകും. CPM സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം മാറും. അങ്ങനെ വരുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് തെക്കൻ പ്രദേശത്തുള്ള ഒരു സീനിയറായിട്ടുള്ള നേതാവ് വേണമെന്നാണ് അവിടെയുള്ള നേതാക്കളുടെയും പ്രവർത്തകരുടെയും ആഗ്രഹം. അതിനുള്ള ചർച്ചകളെല്ലാം അവർ തുടങ്ങിക്കഴിഞ്ഞു. താരതമ്യേന ചെറുപ്പക്കാരനായ ഒരു നേതാവിനെ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണത്രേ ഇപ്പോൾ ആലോചിക്കുന്നത്. അത്തരത്തിൽ നിരവധി പേരുകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ആരുടെ പേരിലും അങ്ങനെ ഒരു തീരുമാനമായിട്ടില്ല. കാരണം പിണറായി വിജയൻ അടുത്ത തവണ മത്സരിച്ച് ജയിച്ച് വീണ്ടും മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണം ഇതിന് തീ കൊളുത്താൻ. അതുകൊണ്ട് പിണറായി വിജയൻ്റെ വിജയവും പരാജയവും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കണ്ണൂർ ലോബിക്കെതിരെ ഒരു പോരാട്ടത്തിന്, ഒരു പടപ്പുറപ്പാടിന് തെക്കൻ മധ്യ കേരളത്തിൽ നിന്നുള്ള സഖാക്കൾ തീരുമാനമെടുക്കുകയുള്ളൂ. അതല്ലെങ്കിൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. ഏതായാലും MV ഗോവിന്ദനെ പോലെ വളരെ ദുർബലനായ ഒരു സംസ്ഥാന സെക്രട്ടറിക്ക് ഇനി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾക്ക് പാർട്ടി മുഖം കൊടുക്കാതിരിക്കുന്നത് MV ഗോവിന്ദനെ പോലുള്ള ആളുകളുടെ നേതൃത്വം കൊണ്ടാണെന്നും ഇനി അത് ഉണ്ടാകാൻ പാടില്ലെന്നുള്ള നിലപാടാണ് പല CPM നേതാക്കൾക്കും ഉള്ളത്. MV ഗോവിന്ദൻ ഒരു കാലഹരണപ്പെട്ട നേതാവായാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ അറിയപ്പെടുന്നത് അത്രേ. പിണറായി വിജയൻ ഇത്ര പ്രായമായിട്ടും അദ്ദേഹത്തിന് ഒരു കരിസ്മയും നേതൃശേഷിയുമുണ്ട്. എന്നാൽ പിണറായിയേക്കാൾ പ്രായം കുറഞ്ഞ MV ഗോവിന്ദന് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കാരണം അതിന് അദ്ദേഹത്തിനുള്ള സംഘടനാ പാഠവും ഇല്ല എന്നാണ് പല നേതാക്കളും പറയുന്നത്. അതുകൊണ്ട് തന്നെ 2026-ലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പരാജയപ്പെടുകയും CPM മന്ത്രിസഭ പോവുകയും ചെയ്താൽ ഉറപ്പായിട്ടും MV ഗോവിന്ദന് CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.